ഞാനിപ്പോൾ അഭിനയിച്ച സിനിമകളിലോ അല്ലെങ്കിൽ ആ സെറ്റുകളിലോ ഒന്നും അങ്ങനെ ഒരു സംഭവം കാരണം ഞാനിപ്പോൾ ഒരു 4-5 വർഷത്തിന് മുമ്പ് ലാസ്റ്റ് ചെയ്യുന്ന നദികൾ സുന്ദരി അഭിനയാണ്. അപ്പോൾ അതിലാണെങ്കിൽ ആകെ 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ റൂമിൽ വരുന്നു. പിന്നെ കുറച്ച് വ്ളോഗും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ എൻ്റേതായ കുഞ്ഞു കാര്യങ്ങളായിട്ട് വീണ്ടും സെറ്റിൽ ആ 2-3 ദിവസം ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ ആരും കണ്ടിട്ടില്ല അങ്ങനെ. കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുക എന്നതിലുപരി ആ വേറെ പല സിനിമകൾ സെറ്റിൽ വർക്ക് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള നമ്മൾക്കൊരു ഇത്രയും സിനിമകൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ നമ്മൾ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുന്ന പലരും പല സെറ്റിലെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പലരും പറഞ്ഞിട്ട് ആ നടനെ കഞ്ചാവില്ലാതെ ഇതാക്കാൻ പറ്റില്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചെന്നൊക്കെ ചിലപ്പോൾ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് തെളിവില്ലാത്തത് കൊണ്ട് നമ്മളുടെ കൺമുമ്പിൽ കാണാത്തത് കൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാൻ ഞാൻ സാധാരണ എന്ത് പറയുമ്പോഴും പേര് പറയുന്ന ഒരാളാണ് ആരുടെ ആണെങ്കിൽ പോലും. സിനിമയിൽ മാത്രമല്ല കേട്ടോ. ഇപ്പം ഞാൻ കാക്കനാട് 9 വർഷമായിട്ട് താമസിക്കുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമല്ല, അത് അവരാരും സിനിമയിലുള്ളവരല്ല. ഇപ്പം ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ബ്ലറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആ പിള്ളേരെ എന്നെ മെസ്സഞ്ചർ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞു. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുപോലെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്നിട്ട് ആ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് വലിച്ചു വിടുന്നത് ഞാൻ കാണുന്ന. അവരാരും സിനിമ ഫീൽഡിലുള്ളല്ല. സിനിമ എന്നുള്ള സിനിമയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്നുള്ള ആൾക്കാർ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചാകുമ്പോൾ വാർത്തകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ടാവും എന്നല്ലാതെ ഇപ്പം എല്ലാം ഭയങ്കരമായിട്ട് ലൈസൻസോട് കൂടിയിട്ട് ഇപ്പോൾ പണ്ടത്തെ സിഗരറ്റും ഇതൊക്കെ വലിക്കുന്നതൊക്കെ ആൾക്കാർ ഒളിച്ചു നിന്നിട്ടൊക്കെയാണ്. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർ അടിച്ചുകൊള്ളും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെയും ചോദിക്കും. എന്തിനാ അതിൻ്റെ ആവശ്യം? നന്നായിട്ട് നല്ല രീതിയിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നന്നായിട്ടുള്ളതായിട്ട് ഞാൻ പലരും പറഞ്ഞിട്ട് എനിക്കറിയാം. ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളോളം സിനിമ സെറ്റിലോ അല്ലെങ്കിൽ ഇരുന്നുള്ള അല്ലെങ്കിൽ ഈ സിനിമ നടന്മാരോ നടിമാരോ ആരുമായിട്ടും പേഴ്സണലി ബന്ധമുള്ള ഒരാളല്ല. പിന്നെ ഞാനൊരു പാർട്ടി വൈബുള്ള ഒരാളല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാലിപ്പം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കാരണം ഏത് ജില്ലയോട്ടോ റൂറൽ ഏരിയയിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. വീട്ടുകാർ വിചാരിക്കും ഹോസ്റ്റലിലാണ് എന്നുള്ളത്. പക്ഷേ ഞാനിങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇപ്പോൾ നിങ്ങളോട് ഇത്രയും സംസാരിച്ചത് എനിക്കറിയാം. ഞാൻ പലരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ തൊട്ടടുത്ത് വിളിക്കും, ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്, ഏത് കോഴ്സാണ് പഠിക്കണേ, എന്താ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. എവിടെയോ ഇരിക്കുന്ന ഒരു കൂലി വേല ചെയ്തിട്ട് വിടുന്നതായിരിക്കാം, പൈസ ഉണ്ടാക്കി വിടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ ആരും നമുക്കങ്ങനെ ഉപദേശിക്കാനും ഇതാക്കാനൊന്നും കഴിയില്ല. കാരണം അത് കഴിഞ്ഞ് നമ്മളവരെ അടിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ MDMA അതുപോലെ കഞ്ചാവ് വലിച്ചു വിടില്ല. ഈ സിഗരറ്റും ഈ സിഗരറ്റ് പോട്ടെ എന്ന് വിചാരിക്കുക, ബാക്കി ഇതേപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുണ്ട്. അവിടെ പോലീസ് പെട്രോളിങ് ഭയങ്കര ശക്തമായപ്പോഴാണ് അതൊക്കെ ഒഴിവായത്. ഭയങ്കരമായിട്ട് മറൈൻ ഡ്രൈവിൽ പോയാൽ കാണുന്ന കാക്കനാട് പല സ്ഥലത്തും. അപ്പോൾ എന്തിനാ നമ്മളുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.